വലിയ ബുദ്ധിമുട്ടിലായി. ഉരുൾ പൊട്ടിയ മേഖലയുള്ളവരെല്ലാം ഞങ്ങളിപ്പം വാടകയ്ക്ക് പോവാണ്. ഇതിപ്പോൾ അടുത്ത മാസം വാടകയ്ക്ക് വീട് അന്വേഷിച്ച് പോവുക. മഴക്കാലം ഇവിടെ നിൽക്കാൻ പേടിയില്ല. അയ്യോ, ഒരു മഴ പുട്ട് കേൾക്കുമ്പോഴത്തേക്കും ചാങ്കടച്ചു പോകും. അതാ സ്ഥിതി. ഞങ്ങളുടെയൊക്കെ ഭൂമി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്ര ശ്രമിച്ചാലും അതുപോലെ ആക്കിയെടുക്കാൻ മേല തട്ടാക്കിയിട്ടിരുന്ന സ്ഥലമാണ്. മുഴുവൻ കുത്തി ഒഴുകി പോയില്ല. മുഴുവൻ വലിയ പാറകൾ അവിടെ നിന്ന് കിടക്കുന്ന പാറക്കല്ലുകൾ. ഞങ്ങൾ എല്ലാ സ്ഥലത്തും അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കൃഷി വകുപ്പിലും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. റബ്ബർ ബോർഡിലും പിന്നെ ഫോറസ്റ്റ് വകുപ്പിൽ തേക്ക് പോയതിനും മരങ്ങൾ പോയതിൻ്റെ അതിൻ്റെയും ഇതിനെല്ലാം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതേവരെ ഒരു ഇതും വന്നിട്ടില്ലെന്നോ. ഇത് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലും ആ നിലവിലുണ്ടായിരുന്ന ഭൂമിയുടെ ആദായമോ അതുപോലെയുള്ള സൗകര്യം ഇതോ കിട്ടിയില്ല ഒരിക്കലും. അതാക്കി ഈ ഉരുണ്ടിപ്പെട്ടി പോയ ഭൂമിയുണ്ടല്ലോ, ഇനി ഒരു കാലത്ത് പഴയതുപോലെ ആക്കിയെടുക്കാൻ ഞങ്ങളെ കൊണ്ട് ആകുകയില്ല. അങ്ങനെ അതിൻ്റെ അവസ്ഥ. ഏതായാലും നമുക്ക് യാതൊരു പ്രതിഷേധം ഇവരുടെ ഭാഗത്തില്ല. ഇവരെന്തെങ്കിലും തരുന്ന വാങ്ങി അനുഭവിക്കുക എന്നുള്ളതല്ലാണ്ട് ഒന്നും ജനങ്ങൾക്കുള്ള ഉപകാരപ്രദമായ കാര്യങ്ങൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലത്. 8 മാസമായിട്ട് റോഡില്ല, പാലമില്ല, വഴിയില്ല. അത് ഈ വർഷം അടഞ്ഞത് തന്നെയാണ്. അതിന് അവരെന്നാ ചെയ്യുന്നവർക്കറിയില്ല, അവർക്കത് ആവശ്യമില്ല. ഉരുളായിക്കോട്ടെ, ഇടിയായിക്കോട്ടെ, കാറ്റ് ഇങ്ങനെ നിൽക്കാൻ ആർക്കും മനസ്സിലായില്ല. ആ, അതാ അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർ ഒരു തോന്നലിന് അങ്ങ് ചെയ്തു പോകും. അത് പോയില്ല, പിന്നെ അവൻ ചത്തില്ല, അവൻ പിന്നെ ചെയ്യാല്ലേ, ഒരിക്കലും ചെയ്യല. അങ്ങനെ പോയാൽ വളരെ എനിക്കറിയാം. ഇല്ല, വെറുതെ അതാണ് ഇപ്പോൾ പേടിയായി കഴിഞ്ഞാൽ ഭയപ്പെട്ടു പോയി. ഞങ്ങൾ 99.3% പോയി തന്നെ കണക്ക് കൂട്ടി. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. വിലങ്ങാട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. 2024 ജൂലൈ 31 ഉണ്ടായ ആ വലിയ ഒരു ഉരുളുപൊട്ടൽ ചൂരൽമലയിൽ മാത്രമല്ല വിലങ്ങാടും ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ കൂടെ വിലങ്ങാട് ഒരു 6-7 മാസം മുന്നേ നമ്മളിവിടെ വന്ന് വിലങ്ങാട് ഭാഗത്തെ ഉരുളുപൊട്ടലിൻ്റെ ആ ഒരു ഭീകര ദൃശ്യവും കാര്യങ്ങളൊക്കെ നമ്മളന്ന് കാണിച്ചതാണ്. ഒത്തിരി ആളുകൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് പേറി ഇവിടെ നിൽപ്പുണ്ട്. ചൂരൽമലയിൽ ഒത്തിരി ആളുകൾ മരിച്ചെങ്കിൽ ഇവിടെ ആളുകൾ മരിച്ചില്ല. പക്ഷേ ആളുകളുടെ ജീവിതമാർഗവും വീടും അതുപോലെ തന്നെ പല വീടുകൾക്കും ഇപ്പോഴും ഭീഷണിയായിട്ട് നിൽക്കുന്നു. താമസയോഗ്യമെല്ലാം നിൽക്കുന്നു. താമസിച്ചാൽ അടുത്ത മഴയ്ക്ക് ഒരുപക്ഷെ ഉരുൾ പൊട്ടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുമായിട്ട് നിൽക്കുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങളുമായിട്ടാണ് വിലങ്ങാടുള്ള സാധാരണപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നത്. ഏതായാലും നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇന്നത്തെ, അതായത് ഞാനിന്ന് ഒരു ശനിയാഴ്ചയാണ് നിൽക്കുന്നത്. 2025 മാർച്ച് മാസം അല്ലെങ്കിൽ മാർച്ച് മാസം ഒരു 22-ാം തീയതി ആയപ്പോൾ എന്താണ് വിലങ്ങാട് പ്രദേശത്തെ ജനങ്ങളുടെ ഒരു അവസ്ഥ എന്ന്, അതായത് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴും ഈ ഒരു പ്രദേശത്തെ ആളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ചാണ്ടി. ചേട്ടയോ? ജെയിംസ്. മാത്യു. ചേട്ടാ, ഇവിടെ ഇങ്ങനെ ഈ വിലങ്ങാട് കത്തി സ്ഥലത്തിൻ്റെ പേരെന്നായിരുന്നു? പാനോ അല്ലേ? പാനോ. ഇവിടെ ഉരുളുപൊട്ടലിലെ ചേട്ടന് കുറേ സ്ഥലങ്ങളൊക്കെ പോയി. ഉരുളുപൊട്ടലിൽ സുമാർ എൻ്റെ 1.5 ഏക്കർ സ്ഥലം നഷ്ടപ്പെട്ടു പോയി. അതിനകത്ത് കായ്ച്ച ജാതികൾ, തെങ്ങ്, തേക്ക്, കമുക് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. കശുമാവ് അടക്കം കംപ്ലീറ്റ് പോയി. അവിടുന്ന് വീടിൻ്റെ മുറ്റത്തോടെ വന്നു പോയി. വീടിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. എൻ്റെ പറമ്പിൽ നിന്ന് മുറ്റത്തുനിന്ന് എൻ്റെ പറമ്പിലേക്ക് കടക്കണമെങ്കിൽ ഇപ്പം ഒരു 200 മീറ്റർ നീളത്തിൽ പാലമിടണം കടക്കണമെങ്കിൽ. അതുപോലെ കുഴിച്ചെടുത്ത് പോയി. വലിയ കുഴിയായിട്ട് കിടക്കുകയാണ് വീടിൻ്റെ അവിടെ. ഞങ്ങളിപ്പോൾ അവിടെ തന്നെ, ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. മഴക്കാലമാകുമ്പോൾ എങ്ങോട്ടെങ്കിലും പോയി കടയുടെ മുകളിൽ എവിടെയെങ്കിലും വാടകയ്ക്ക് എടുത്ത് താമസിക്കും. വീടിന് ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ വീട് പോയിട്ടില്ലല്ലോ. നമ്മൾ സത്യസന്ധമായിട്ട് പെരുമാറണല്ലോ. എൻ്റെ വീട് പോയിട്ടില്ല. വീടിനൊരു കേടുപാട് സംബന്ധിച്ചില്ല. വീടിൻ്റെ മുറ്റത്തോടെ അടുത്തിടെ ഇങ്ങനെ വന്ന് തുണി അലക്കുന്ന കല്ലിൻ്റെ ഇതിലവിടെ വന്നിട്ട് വെള്ളം പോയി. വീട് പോയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വീടിന് അപേക്ഷിച്ചിട്ടുമില്ല, വീടും കിട്ടിയിട്ടില്ല. ചേട്ടൻ്റെ? എൻ്റെ 2 ഏക്കർ സ്ഥലമാണ്. ഞാൻ വീടിരിക്കുന്നിടമല്ല, വേറൊരു സ്ഥലമായിരുന്നു. ഭാര്യയുടെ സ്ഥലമാണ്. ആ സ്ഥലത്തും ഉണ്ടായിരുന്ന റബ്ബറും തേക്കുണ്ടായിരുന്നു. 65 തേക്കോളം പോയി. പിന്നെ തെങ്ങ്, കവുങ്ങ്, ചെറിയ കവുങ്ങുകളാട്ടി വെച്ചതായിരുന്നത്, അതെല്ലാം അടക്കം എടുത്ത് മരങ്ങളുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ. അതെല്ലാം കൂട്ടി എടുത്ത് പോയി. ആ പറമ്പ് ഒന്നും കൊയ്യൂല, പുഴ പോലെയായി പോയി. വീട് വേറൊരു സ്ഥലത്താണ്. അവിടെ എനിക്ക് കുഴപ്പമില്ല. വീടിനൊന്നും പറ്റിയിട്ടില്ല. ആദായം മൊത്തം പോയി. ഞങ്ങളുടെയൊക്കെ മൊത്തം പോയി. ജീവിക്കാൻ ഇനി മാർഗ്ഗമില്ല. റേഷനരി മാത്രം. അതും കിട്ടാൻ ബുദ്ധിമുട്ടാണ്.
ഇപ്പോൾ ഇവിടെ ഈ വീട് നഷ്ടപ്പെട്ടവർക്ക് എങ്ങനെയാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് ഇതുവരെയായിട്ടും സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ ആഴ്ച ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിന് അർഹതപ്പെടാത്ത ആൾക്കാരൊക്കെ അതിനകത്ത് കടന്നുകൂടി എന്നെല്ലാം ഇവിടെ പറയുന്നുണ്ട്. അർഹതപ്പെട്ടവർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട്. നമുക്കെല്ലാം 10-15 വീടിൻ്റെ ആയിട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ കണ്ടില്ല. എനിക്കതിന് അർഹതയില്ല, അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചുമില്ല. ചുരുങ്ങിയ ആൾക്കാരുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ 3 വീട് കംപ്ലീറ്റ് പോയതുണ്ട്. വീടിനകത്ത് ഇപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പാറയും കല്ലുമാണ്. അവരുടെ ഒന്നും ലിസ്റ്റിൽ വന്നിട്ടില്ല ഇതുവരെയായിട്ടും. ഇവിടെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഇവിടുന്ന് ഒരു 50-100 മീറ്റർ അവരുടെ ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല. പാലോലിൽ ജയൻ എന്ന് പറയുന്ന ഒരാളുടെ വീട് പോയി. അതുപോലെ അഭിലാഷ് തറപ്പേല അവരുടെയൊക്കെ വീട്, പാലോലിൽ സജി ഇവരുടെയൊക്കെ വീട് പോയത് അടുത്തടുത്ത വീടുകളായിരുന്നു. അവരൊക്കെ എന്നോട് 5 സെൻറ്റ് സ്ഥലവും 10 സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങിച്ച് വില വെച്ച് താമസിക്കുന്നതായിരുന്നു. മറ്റ് ജീവിക്കാൻ മാർഗമൊന്നും ഇല്ലാത്തവരാണ്. അവരുടെ ഒന്നും ഇതിലായിട്ടും ലിസ്റ്റിൽ വന്നിട്ടില്ല. അവരെല്ലാം വാടകയ്ക്ക് നിൽക്കുന്നു. അവരെല്ലാം ഇപ്പോഴും വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഈ 3 വീട്ടുകാർ കിട്ടുന്നില്ലെന്ന് പറയുന്നു. ഈ ഉരുളുപൊട്ടി വന്ന സമയത്ത് അവരൊക്കെ രാത്രി 1 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. എൻ്റെ വീട് ഒരു സുരക്ഷിതമുള്ള സ്ഥലമായിരുന്നു. അവരെല്ലാം വന്ന് രാത്രി 4-5 ഉരുളുപൊട്ടി വന്നപ്പോഴത്തേനും വീടൊക്കെ കുരുങ്ങുന്നാലേ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഓടി രാത്രിക്ക് 2:45. അതെല്ലാം കൂലിപ്പണിക്കാരാണ്. നേരത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും കൂലിപ്പണിക്ക് പോകുന്നവരാ. അല്ലാതെ ജീവിക്കാനൊരു മാർഗവും ഇപ്പോഴും അതെ. ഇവിടെ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുക അവരൊക്കെ. 2-3-4 പിള്ളേരും ഉണ്ട്. ഇതിനെ പോരണം. ശരിക്കും ഈ 15 എത്ര പേരെ ലിസ്റ്റിൽ ഇട്ടേക്കുന്നത്? 15 അങ്ങനെ എന്തോ പറയുന്നത് കേട്ടെ. ശരിക്കും ലിസ്റ്റ് വരേണ്ട എത്ര പേരുടെ കുറേ ഒരുപാട് പേരുടെ ഒഴിവായിട്ടുണ്ട്. അർഹതപ്പെട്ടവർക്ക് ഒത്തിരി പേർ ഒഴിവായിട്ടുണ്ട്. അർഹത ഇല്ലാത്തവർ കുറെ പേർക്ക് കിട്ടിയിട്ടുമുണ്ട്. വെലങ്ങാട് മൊത്തം വെലങ്ങാട് മൊത്തം വരുവാണെങ്കിൽ 10-60 വീട് എന്റെയും പോയെന്നൊക്കെ പറഞ്ഞ് ചെന്നവർക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഈ ഭാഗം മാത്രമാണ് കേട്ടോ. 22 വീടുകളുടെ കാലൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇവിടുന്ന് അങ്ങ് പോകുമ്പോൾ വെലങ്ങാട് അങ്ങാടി നിന്ന് മുഴുവൻ ആ ഭാഗത്തെല്ലാം കൂടെ കൂട്ടി 61 വീടുകൾ മൊത്തം പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോയി ഇവിടെ ഈ ഭാഗത്ത് അല്ല അങ്ങ് മുകളിൽ അല്ല അവിടെ കൂടുതലുണ്ട്. ഈ ഭാഗത്ത് പോയില്ലേ ഇവിടെ നാട്ടുകാർ വീട് പോയിട്ടുണ്ട്. വിസ്തൃതമായ സ്ഥലം പോയിരിക്കുന്നത് ദേവണഭൂമി പൊട്ടിക്കിടക്കുന്ന സ്ഥലമില്ലേ അതിന്റെ മുകളിൽ ആ പാർക്കില്ലേ അവിടെ ജനവാസ കേന്ദ്രമായിരുന്നു. അവിടുത്തെ വീടുകൾ മുഴുവൻ പോയി. അവിടുത്തെ ആ പാലം ഇതുവരെ പാലമൊന്നും ആയിട്ടില്ല. നാട്ടുകാരെല്ലാവരും കൂടെ പണിയെടുത്തിട്ട് കല്ലുകളെല്ലാം വിട്ട് മരത്തടിയെല്ലാം വലിച്ചു വെച്ചാണ് ഇപ്പോൾ സ്കൂൾ കുട്ടികൾ പോകുന്നത്. ഞങ്ങളൊക്കെ അത്യാവശ്യം ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ എല്ലാം നാട്ടുകാർ ചെയ്താണ്. പിന്നെ ഇവിടെ ഉണ്ട് വായാട് ആദിവാസി കോളനിയിലേക്കുള്ള റോഡുണ്ട്. അത് മുഴുവൻ പോയിരിക്കും. അതും തടിയിട്ടിട്ട് വാഹനങ്ങളൊക്കെ ഇപ്പം പോകുന്നുണ്ട്. 2 മഴ പെയ്ത് കഴിഞ്ഞാൽ വലിയ പാലം അപ്പോൾ പോയി. 2 മഴ പെയ്ത് കഴിഞ്ഞാൽ അതിലിടെല്ലാം വെള്ളം ഒഴുകും. ഒരു ആൾക്കാരും അങ്ങോട്ട് ടൗണുമായിട്ട് വെലങ്ങാടുമായിട്ടൊന്നും ബന്ധപ്പെടാം. അതിനൊക്കെ ഭയങ്കര ഞങ്ങളൊരു 10-50 വീട്ടുകാർക്ക് 50 കൂടുതൽ വീട്ടുകാർക്ക് കുടിവെള്ളം കൊടുക്കുന്ന ഒരു വലിയ കിണറുണ്ടായിരുന്നു. അത് അപ്പാട് പോയി. എവിടെയാണെന്ന് അറിയത്തില്ല. അതിന്റെ പവർ കേസും മിഷനും പേരെയും എല്ലാം അടിച്ചു പോയി. ഇപ്പൊ കിണർ പോലും മാത്രമല്ല ഈ നാട്ടുകാർക്ക് വെള്ളം പോലും കുടിവെള്ളമില്ല. കുടിവെള്ളത്തിന് വലിയ വിഷമം. എൻ്റെ പറമ്പിൽ 2 ടാങ്ക് ഉണ്ടായിരുന്നു. പണ്ട് സർക്കാർ പണിത് തന്ന ഒന്ന് കുടിക്കുന്നതിനുള്ളതും ഒന്ന് നനയ്ക്കുന്നതിനുള്ള 3-4 വീട്ടുകാർക്ക് വേണ്ട. ആ ടാങ്ക് ഒന്നും എവിടെയാണെന്ന് അറിയത്തില്ല. അവിടെ പുറവുള്ള പഞ്ചായത്തിൽ ഞാൻ അപേക്ഷ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറോട് ഞങ്ങൾ പറഞ്ഞു ഒരു 100 മീറ്റർ ഓസെങ്കിലും വാങ്ങിച്ച് തരണം കേട്ടോ, എവിടെയെങ്കിലും കളിച്ച് വെള്ളം എടുക്കാമെന്ന് പറഞ്ഞു. 100 മീറ്റർ പോയിട്ട് 10 മീറ്റർ വരെ ഇതിലായിട്ടും കിട്ടിയിട്ടില്ല. ഞങ്ങൾ പിന്നെ ഇവിടുന്ന് പോയ പുഴക്കട ഒഴുകി പോയ കഷ്ണങ്ങളൊക്കെ പെറുക്കി ജോയിന്റ് ചെയ്തിട്ടാണ് ഇപ്പം വെള്ളം വെച്ച് കുടിക്കുന്നത്. അല്ലാതെ ഒരു ആനുകൂല്യങ്ങളും ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ആ വെള്ളം കിട്ടിയെങ്കിലേ മെല്ലെ വിടുന്ന മനുഷ്യന്മാർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ആ വെള്ളം പോലും ഉണ്ടാക്കി തരാൻ പറ്റില്ല. എത്ര കഴിഞ്ഞ ഇവിടുത്തെ കൃഷ്ണൻ ദിവസം 8-9 ലോറിക്കോട് വെള്ളം അടിച്ചുകൊണ്ടിരുന്ന ഒറ്റ കിണറ്റിൽ എവിടെ അങ്ങ് പരപ്പുകാർ വരെ അവിടെ വെള്ളമില്ലാഞ്ഞിട്ട്. ഇത് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലും ആ നിലവിലുണ്ടായിരുന്ന ഭൂമിയുടെ ആദായമോ അതുപോലെയുള്ള സൗകര്യം ഇതോ കിട്ടിയില്ല ഒരിക്കലും. ഞങ്ങളുടെയൊക്കെ ഈ ഉരുളിപ്പെട്ടി പോയ ഭൂമിയുണ്ടല്ലോ, ഇനി ഒരു കാലത്ത് പഴയതുപോലെ ആക്കിയെടുക്കാൻ ഞങ്ങളെ കൊണ്ടാകുകയില്ല. അങ്ങനെ അതിൻ്റെ അവസ്ഥ വരാ. സർക്കാർ ഞങ്ങളുടെ പോയ സ്ഥലത്തിന് എന്തെങ്കിലും ഒരു വില ഞങ്ങൾക്ക് വരാണ്. എവിടെയെങ്കിലും ഒരു 10 സെൻറ്റ് സ്ഥലം മേടിച്ച് ഞങ്ങൾക്ക് കണക്കാക്കിയിട്ട് ഒരു വീട് വെച്ച് താമസിക്കാം. ഒന്നും നടക്കുന്നില്ല. ഇനിയിപ്പം മഴക്കാലമായി. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും പേടി. ഞങ്ങൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ 5-8 മീറ്റർ മണ്ണ് മുഴുവൻ എടുത്ത് പോയാലും വിളവെണ്ണായത് മുഴുവൻ എടുത്ത് പോയതാ. ഞങ്ങളുടെ വീടിന്റെ ഒക്കെ കുറച്ച് അപ്പുറമായിട്ട് ഒരു 250 ലോഡല്ല അതിൽ കൂടുതൽ മണ്ണ ഇങ്ങനെ വെണ്ട് കയറിയിരിക്കുന്നത്. അതിലാണെങ്കിൽ പോകുന്ന കഴിഞ്ഞാൽ മരം അടക്കാൻ വരുന്നെങ്കിൽ അവിടെ നിന്ന് എൻ്റെ വീടിന്റെ ഭാഗത്ത് കല്ലെല്ലാം വന്ന് ബ്ലോക്കായി കഴിഞ്ഞാൽ വീടടക്കം പോകും. അതൊന്നും മാറ്റാനുള്ള യാതൊരു സംവിധാനം ഇതുവരായിട്ടും ആയിട്ടില്ല. പാലത്തിന്റെ കാര്യത്തിൽ പാലത്തിന്റെ കാര്യം ഇതിലായിട്ട് ഒന്നും ആയിട്ടില്ല. ഈ നിമിഷം വരെ ആയിട്ടില്ല. ഇന്ന് വരെ വലിയ പാലം. നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് മുമ്പോട്ട് പോയിട്ട് നോക്കി അത് കാണാം. പിന്നെ 2 പാലം നിങ്ങളിങ്ങനെ വന്ന വഴിക്ക് ഇവിടെ കണ്ടില്ലേ 2 പാലം.
പിന്നെ ഇവിടുന്ന് ഒരു അല്പം മുമ്പോട്ട് ഇവിടെ ട്രാൻസ്ഫോർ ഉണ്ട്, അവിടെ നിന്ന് അടുത്ത വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കാണാം. ഈ മെയിൻ റോഡിൽ ഇവിടെ നിന്നാണ് കാണാം. അവിടെ ആദിവാസികൾ അവിടെ ഉള്ളത് മുഴുവനും. ശരിക്കും പറഞ്ഞാൽ ഉരുൾപൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സാധാരണ ജീവിതം എല്ലാം പോയി, എല്ലാം പോയി. പിന്നെ ആരെങ്കിലും പഴയ രീതിയിൽ പഴയ ജീവിതത്തിലേക്ക് കരകയറ്റുമെന്ന് വിചാരിക്കുന്നത് വെറുതെ അതിൻ്റെ അത് നടക്കുകയല്ലോ. കാരണം ഞങ്ങളുടെയൊക്കെ ഭൂമി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്ര ശ്രമിച്ചാലും അതുപോലെ ആക്കിയെടുക്കാൻ മേലെ തട്ടാക്കിയിട്ടിരുന്ന സ്ഥലമാണ്. മുഴുവൻ കുത്തി ഒഴുകി പോയില്ല. മുഴുവൻ വലിയ പാറകൾ അവിടെ നിന്ന് കിടക്കുന്ന പാറക്കല്ലുകൾ. ഞങ്ങൾ എല്ലാ സ്ഥലത്തും അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കൃഷി വകുപ്പിലും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. റബ്ബർ ബോർഡിലും പിന്നെ ഫോറസ്റ്റ് വകുപ്പിൽ തേക്ക് പോയതിനും മരങ്ങൾ പോയതിൻ്റെ അതിൻ്റെയും ഇതിനെല്ലാം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതേവരെ ഒരു ഇതും വന്നിട്ടില്ലെന്നോ. അത് ഇന്നും കൊണ്ടുപോയി ഒരു വെള്ളം ഇന്നും കൊണ്ടുപോയി ഞങ്ങൾ റബ്ബർ പോയെന്നും പറഞ്ഞു. ഇന്നുകൊണ്ട് ഞങ്ങൾ റബ്ബർ പോയിൻ്റെ ഒക്കെ റബ്ബർ ബോർഡിൽ നിന്ന് എന്തോ ഒരു പൈസ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാസ്സായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. റബ്ബർ ബോർഡിൻ്റെ കേട്ടോ. ഇത് ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ നമ്മൾ വന്നിരുന്നു. നമ്മളന്ന് വന്ന് ഈ ഒരു ഭാഗം വരെ വന്നിട്ടുള്ളൂ. ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു പ്രദേശമാണിത്. ഇവിടുന്ന് ഇങ്ങോട്ട് ആദിവാസി കോളനിയാണുള്ളത്. അങ്ങോട്ടുള്ള ഒരു പാലമാണ് ഈ കാണുന്നത്. ആ പാലത്തിൻ്റെ കോലമാണ് ഈ കാണുന്നത്. ഇവിടുന്ന് വെള്ളം അടിച്ച് കയറ്റി ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററിൻ്റെ മേലെ വലിയ ടാങ്ക് ഉണ്ട്. അവിടെ വെള്ളം കത്തിയിട്ട് അവിടെയുള്ളവർക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഈ ടാങ്കാണിത്. ഇത് കിണറായിരുന്നു. ആ കിണർ മുഴുവൻ മൂടിപ്പോയതാണ്. ഇവിടെയായിരുന്നു കിണറുള്ളത്. ഇതാ കിണറൊക്കെ ഇതിൻ്റെ അടിയിലാണുള്ളത്. ഓഹോ, ഇതിൻ്റെ അടിയിലല്ല, ഒന്നും കാണാനില്ല. ഇവിടുന്ന് വലിയ മോട്ടറൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി, എല്ലാം ഒഴുകിപ്പോയി. ആ താഴെ കാണുന്ന അവിടെ താഴെ വെലങ്ങാട് ഒരു തടയണേ. ഇവിടുന്ന് വെലങ്ങാട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കാണാൻ നമുക്കൊന്ന് പോയിട്ട് കാണിച്ചു തരാതെ. ഇതാണ് പാലം, നമ്മുടെ പോയി കിടക്കുന്ന പാലം. ഇത് ഇങ്ങോട്ട് ഒത്തിരി വീടുകളുള്ളതാണോ? ഇങ്ങോട്ട് കുറേ വീടുണ്ട്. അവിടെ ആദിവാസി കോളനിയിൽ ബാക്കി മുഴുവൻ നമ്മുടെ ആൾക്കാർ, അങ്ങോട്ട് ഡിസ്റ്റൻസിൻ്റെ ആൾക്കാർ അവിടെ താമസിക്കുന്ന മുഴുവനും ഒരുപാട് വീട്ടുകാരുണ്ട്. ഇങ്ങനെ മലമൊത്തം അരിപ്പറ്റ പഞ്ചായത്താണ് ഇത്, വാണിമേൽ പഞ്ചായത്ത്. ഈ പാലം എല്ലാം കംപ്ലീറ്റ് പോയിട്ട് ആദ്യം ഇവിടെ ഇതിൻ്റെ മുകളിൽ കൂടെ ഞങ്ങൾ മരം എടുത്തിട്ടിട്ട് മണ്ണിട്ടിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതെല്ലാം മാറ്റിയിട്ട് തൽക്കാലം ഇപ്പം വാഹനമൊക്കെ കോൺക്രീറ്റ് ചെയ്താ അല്ല, ഇത് പഴയ കൊണ്ട് പൊട്ടിപ്പോയതാ. പൊട്ടിപ്പോയതാ. ഇതിങ്ങനെ തന്നെ ബാക്കി ഉണ്ടായിരുന്നു ഈ പാലം. ഇതുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ കൂടെ ബാക്കി വെള്ളം ഒഴുകി പോയി. ഇതെല്ലാം പോയതാ അങ്ങനെ വന്നത്. ഇതെല്ലാം അന്ന് പൊട്ടി ഒലിച്ച് വന്നാലേ. ഇവരുടെ വീടൊക്കെ ഭീഷണിയാണ്. ഇവിടുന്ന് ഇവരോടെ എല്ലാം മാറി താമസിക്കണമെന്ന് പറഞ്ഞു. ഒരു പൈസയും കിട്ടിയിട്ടില്ല, ഒന്നും കാണിച്ചിട്ടില്ല, എല്ലാം കിടക്കുന്നത്. ഈ മരങ്ങളെല്ലാം മുകളിൽ നിന്ന് ഒഴുകി വന്ന് കിടക്കുന്നത്. ഇവിടെ അന്ന് എത്ര പ്രാവശ്യം ഉരുളുപൊട്ടിയായിരുന്നു? ഇവിടെ ഫോറസ്റ്റിൽ ഒരുപാട് സ്ഥലത്ത് പൊട്ടി വന്നതാണിത്. എൻ്റെ പറമ്പിൻ്റെ എല്ലാവിടെ ഒരു 7 എണ്ണം പൊട്ടി വന്നു. 7 ഉരുള എൻ്റെ പറമ്പ്. മുകളിൽ അവിടുന്ന് 2-3 കിലോമീറ്റർ അകലെ നിന്ന് പൊട്ടി വരുന്ന മലയിൽ നിന്ന് അങ്ങനെ വരുന്നതാണ്. എൻ്റെ വീടിൻ്റെ അടുത്തൂടെ വന്ന് രാത്രി 1 മണി കഴിഞ്ഞപ്പോൾ എന്നെ അടുത്തുള്ള ആൾക്കാർ വന്ന് വിളിച്ചു, ഇങ്ങനെ ഉരുള് പൊട്ടി വരുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തുള്ള ആൾക്കാരെല്ലാം എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഞങ്ങളവിടെ കാപ്പിയൊക്കെ അതിനകത്ത് കുടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് 2:30 കഴിഞ്ഞ ശേഷം വലിയ ശക്തിയോടുകൂടി ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉരുള് പൊട്ടി മരങ്ങളൊക്കെ അതുപോലെ തന്നെ നിന്ന് പോയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് രാത്രിക്ക് ഇറങ്ങി ഓടി. കറണ്ടൊന്നുമില്ല, കറണ്ടെല്ലാം പോയി. ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉണ്ട്, അത് കാണാം നമുക്ക്. ഈ കല്ലെല്ലാം പുതിയതായിട്ട് വന്ന് കിടക്കുന്ന കേട്ടോ. ഉള്ള വീടുകളുടെ എല്ലാം അവിടെ എല്ലാം വെള്ളം കയറിപ്പോയതാ. ഇത് ഫോറസ്റ്റിൽ നിന്ന് പൊട്ടി വരുന്നത്. അത് ശരിക്കും ഈ കല്ല് തന്നെ എടുത്ത് വേണമെങ്കിൽ ഒരു പാലൊക്കെ ഉണ്ടാക്കാം അല്ലേ? ഈ കല്ല് ലേലം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ എടുക്കാൻ കാണുമെന്ന്. ഇത് പൊട്ടിച്ച് തന്നെ എടുക്കാൻ എന്തായാലും പൈസ കിട്ടും. എന്നിട്ട് ആ പൈസ കൊണ്ട് വേണമെങ്കിൽ ഒരു പാലൊക്കെ ചെയ്യാമെന്നല്ലോ. എന്നിട്ട് അതുപോലെയല്ല വെള്ളങ്ങാട് പോലും ഇങ്ങോട്ട്. വെള്ളങ്ങാട് ഇപ്പോൾ കണ്ടില്ല, വെറുതെ JCB വന്നിട്ട് കല്ല് കോരിയിട്ട് സൈഡിൽ കൂടി ഇടുക. അടുത്ത മഴ വരുമ്പോൾ വെള്ളം വരുമ്പോൾ അങ്ങ് പോയല്ലേ, വീണ്ടും അപകടമല്ലേ വരുന്നത്. ഇതാ മറ്റേ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യ. ഇത് വെലങ്ങാട് അതിൻ്റെ പവർ ഹൗസ് ഒക്കെ ഉള്ളത്. അവരുടെ ഓഫീസും ഇവിടുത്തെ ഓഫീസും കാര്യങ്ങളൊക്കെ ഇത് എല്ലാം പോയില്ലേ. ഇതും ഇവിടെ എല്ലാം ഒന്ന് നികന്ന് കിടക്കുമല്ലേ. ഇത് 2 പോരൻ്റെ സംവിധാനമൊന്നും ആയിട്ടില്ല. ഇവിടെ എല്ലാം വെള്ളം നിറഞ്ഞൊരു കിടന്നിരുന്ന കണ്ട. അവിടെ ഇപ്പം വെള്ളം നിറഞ്ഞ് കിടന്നെ ഡാം പോലെ അല്ലേ. ഇത് ഒരുപാട് താഴ്ച ഉണ്ടായിരുന്നു. ഇതെല്ലാം കല്ല് നികന്ന് പോയതാ. എന്നിട്ട് ഇതാ അതിൻ്റെ കനാല് കണ്ടോ. നമുക്ക് ഇതിൽ വഴി വെള്ളം പോയിട്ട് ഇങ്ങനെ മലയ്ക്ക് കഴിഞ്ഞിട്ടും ഈ കല്ല് അപ്പുറത്തെത്തിയില്ലേ. അങ്ങനെ ആ കല്ലുകളൊക്കെ ഇവിടുന്ന് അപ്പുറത്ത് പോയതല്ലേ. ഇതെല്ലാം ഇവിടുന്ന് ഒഴിവ് വന്ന് പോയതാ. ഇത് കുറേ എല്ലാം ഇവിടുന്ന് മാറ്റിയതാ. ഇതിൻ്റെ ഷട്ടറായിരിക്കും അല്ലേ. ഇതാ ഇതിൻ്റെ കനാൽ ഇതാ കേട്ടോ. ഇതിലൂടെ വെള്ളം വന്നിട്ട് വെലങ്ങാട് പള്ളിയൊക്കെ ഉണ്ടല്ലോ, വെലങ്ങാട് ഹൈസ്കൂളില്ലേ, ഹൈസ്കൂളിൻ്റെ മുമ്പിൽ അവിടെയാണ് ഇനി പവർ ഹൗസ് ഒക്കെ ഉള്ളത്. ഇത് വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നായിരിക്കും അല്ലേ. അതെ, കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ഒരേ പദ്ധതിയാണെന്നാണ് കേട്ടിരുന്നത്.
അപ്പോൾ അതും ഇനിയിപ്പോൾ അതൊന്നും ആയല്ലേ അല്ല ഇതൊക്കെ എന്തായാലും KCB എന്തായാലും കളയല്ലോ മണ്ണലാകുവാര പദ്ധതിയാളൂ ഇതൊക്കെ പണി നടക്കുമെന്ന് പറയുന്നുണ്ട്, നമുക്കറിയില്ല. നമുക്ക് നമ്മുടെ കാര്യം പോലും നോക്കാൻ സമയമില്ല, എങ്ങനെയെങ്കിലും ജീവിക്കണം. അല്ലാണ്ട് വേറെ പിന്നെ നമ്മൾ ആ സാഹചര്യത്തിൽ നമ്മളിങ്ങനെയുള്ള കാര്യത്തിന് പൊതുപരിപാടികൾക്കോ അങ്ങനെയൊന്നും പോകുന്നില്ല. അതിപ്പോൾ നിങ്ങൾ വന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാവുന്നവங்க പറഞ്ഞ് എൻ്റെ സ്ഥലം കാണിച്ചു തന്നു. ചേട്ടൻ്റെ വീടിരിക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? അപ്പോൾ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നേ, ഇതാ ഈ പാലം കണ്ടില്ലേ, ഇവിടുന്ന് ഈ ഒരു മുകളിൽ നിന്നാണ് പൊട്ടി വന്നത്. ഇവിടെ വന്നു വെച്ചിട്ട് ഇത് സ്പ്ലിറ്റായിട്ട് ഇങ്ങോട്ടും പോയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടോ ഈ വഴി കൂടെയും പോയിട്ടുണ്ട്. ഉരുൾ പൊട്ടുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരേ വഴി കൂടെ ഒരിക്കലും പോയല്ലോ. അവിടുന്ന് കയറി ഇതിലേയും പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കണ്ട ആ ചേട്ടൻ്റെ പറമ്പിൽ കൂടെയും കയറി ഒഴുകിയിട്ടുണ്ട്. ആ ചേട്ടൻ്റെ വീട് ഇതിൻ്റെ നടുക്കാട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളവരെല്ലാവരും. നമ്മൾ എവിടെ നോക്കിയാലും. മാത്രമല്ല ഈ മലയുടെ മുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 10-29 സ്ഥലത്തെങ്കിലും ഉരുൾ പൊട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് അന്ന് നമ്മളവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ നമ്മൾ അറിഞ്ഞത്. പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനായിട്ട് വലിയ പൊട്ടൽ ഒരു 3-4 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ പല സ്ഥലത്ത് ഉരുൾ പൊട്ടി വന്നതിൻ്റെ ബാക്കിയാണ് ഈ ഒരു പ്രദേശത്ത്, ഈ ഒരു 4 പ്രദേശത്ത് വലിയ രീതിയിൽ കാണുന്നതെന്നാണ് കേട്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. വലിയ ഉരുളൻ കല്ലുകൾ ഇങ്ങനെ ഒന്ന് നിരന്ന് കിടക്കുന്നത് നമുക്കിങ്ങനെ കാണാം. ഇതൊത്തിരി ദൂരമുണ്ട് കേട്ടോ, കുറേ ദൂരത്തു നിന്നാണ് ഈ സംഭവം. 2-3 കിലോമീറ്റർ അപ്പുറം നിന്നൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇവിടുന്ന് താഴേക്കും അത്രയും തന്നെ ദൂരം താഴേക്കും ഉണ്ട് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഔസപ്പച്ചൻ മണിമല. ഇവിടെ ഈ പാലം ശരിക്കും എവിടം വരെ ഉണ്ടായിരുന്നു? പാലം ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് 6-15 മീറ്റർ പുഴയുണ്ടായിരുന്നു. ഇപ്പോൾ 35 മീറ്റർ വീതിയായി. ഇത്ര വീതിയിലായി അല്ലേ? അപ്പുറം അതുപോലെ ഉണ്ടോ? ഈ സ്ലാബ് ശരിക്കും പാലത്തിൻ്റെ തന്നെയല്ലേ? പാലത്തിൻ്റെ സ്ലാബ് നടുവിലെ തൂണ് മാത്രം ഇരുന്ന് പോയി. അല്ലേ? വേറെ കുഴപ്പമില്ല. പാലം അതേപടി തന്നെ നിൽക്കുക. 2 മീറ്ററോളം തൂണ്, 2 അടി താന്നു പോയി നടു. അല്ലേ? ചേട്ടൻ്റെ പറമ്പിനും ഇതേപോലെ പിന്നെ പറമ്പ് 20 സെൻറ്റ് സ്ഥലം 2 സൈഡായിട്ട് പോയി. അപ്പുറത്ത് പോയി ശരിക്കും വീട് നടുക്കായിട്ടാണ് നിൽക്കുന്നത്. നടുക്കായിട്ട് ഇതുപോലെ അങ്ങനത്തെ അവസ്ഥയുള്ള കുറേ ആളുകളുണ്ടല്ലോ ഇവിടെ. കുറേ ആളുകളുണ്ട്. പുഴയുടെ സൈഡിലൊക്കെ ഉള്ള വീടുകൾ അങ്ങനെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നടുക്കായിട്ട് നിൽക്കുന്ന പക്ഷേ ഞാൻ മാത്രമേ കാണുള്ളൂ. അറിയില്ല പറഞ്ഞാൽ അപ്പുറത്തും പുഴ കഴിയുക. ചേട്ടന് വീടിന് വല്ലതും ഇതായിട്ടുണ്ട്? ഇല്ല, വീടിനൊന്നും അല്ല. വീടിൻ്റെ പുറകെ കൂടെ വെള്ളം കയറി പോയെന്നുള്ളതാണ്. വീടൊന്നും പോയിട്ടൊന്നും അല്ല. സ്ഥലം പോയി, കുറേ സ്ഥലം കൃഷിയൊക്കെ പോയി. കൃഷിയോ സ്ഥലമോ പോയാലൊന്നും 5 പൈസ വരെ ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ ലിസ്റ്റ് എടുത്ത 10-20 വീടിന് കാണേണ്ട ഒരു 15 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അല്ലാതെ ഒരു കാര്യം ഇതുവരെ നടക്കില്ല. പിന്നെ പുഴ വെലങ്ങാട് ഭാഗത്ത് കുറേ പുഴയിലെ വേസ്റ്റ് വാരുന്നുണ്ട്, ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ 2 പുഴയ്ക്ക് ഈ വർഷം പാലമില്ല. തന്നെയല്ല, ഇപ്പോൾ വെലങ്ങാട് അങ്ങാടിയിൽ അടിയന്തരമായിട്ട് കെട്ടേണ്ട ഒരു കെട്ടുണ്ടായിരുന്നു. അത് മലയോര കാര്യപ്പെടുത്തി അവർ ആ കെട്ട് നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പിന്നെയും അത് പ്ലാൻ മാറ്റി. ഈ പ്രോജക്റ്റ് പെടുത്തുവായിരുന്നില്ലെങ്കിൽ കെട്ട് പെട്ടെന്ന് കിട്ടിയാനെ. ഇപ്പം മലയോര കൈവേനി എന്നാൽ വരുന്ന ആർക്കും അറിയത്തില്ലല്ലോ. അതിന് സമയം പോലെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് എല്ലായിടത്തും രക്ഷപ്പെടുന്ന ഒരു വഴിയാണ് സർക്കാർ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ദുരിതാശ്വാസത്തിന് കിട്ടിയ 100 കോടി രൂപയെങ്കിലും ഇവിടെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ പ്രദേശത്തെ പ്രശ്നം തീർന്നേനെ. 750 കോടി 800 കോടി എടുത്ത് ദുരിതാശ്വാസത്തിൽ പണ്ട് സർക്കാരിനടുത്ത് നിലനിൽക്കുമ്പോൾ ഈ പ്രദേശത്ത് ഒരു 6 മാസമായിട്ട് യാതൊരുവിധ കാര്യങ്ങളും ആ വകയെ ചെയ്യാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയാരി ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിച്ചെന്നുള്ളതാണ് വേറെ യാതൊരു കാര്യം ഉണ്ടായിട്ടില്ല. നിയമസഭയിലെ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല, അല്ലാത്തവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. മുഖ്യമന്ത്രി നിലയിൽ ഒരു കാര്യം ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തിട്ട് ഇങ്ങനെ പ്രശ്നം ഞാൻ ചെയ്യാൻ പോകുന്നത് ആരോട് പറഞ്ഞിട്ടില്ല, ജനങ്ങളോട് സമ്പാദിച്ചിട്ടില്ല, ഒരു കാര്യമില്ല. ഇവിടുത്തെ ഒരു MLA എന്ന് പറയുന്ന പുള്ളിയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പുള്ളിക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പുള്ളി പറയുന്നുണ്ട് പാലം ആവും അതാവും ഇതാവെല്ലാം അടുത്ത ഒരു വർഷത്തേക്ക് അഡ്വാൻസ് എടുത്തിട്ടുണ്ട് പുള്ളി. 100 വീടിൻ്റെ അടുത്തുണ്ട്. ഒരു കോളനി ഉണ്ടല്ലോ, 50-60 വീട്ടുകാർ ഈ പാലത്തിന് അക്കരെ താമസിക്കുന്നത്. ഇപ്പം ഈ മഴക്കാലത്തെ സ്ഥിതി എന്താണെന്ന് ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം പുഴയിൽ കിടക്കുന്ന ഏരിയ വെള്ളം ഒഴുകുന്നൊന്നും ആർക്കും അറിയത്തില്ല. വന്നു കഴിയുമ്പോൾ അറിയില്ലേ പോകുന്നു. ആദിവാസികളെ കുറിച്ച് ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണത്. അവരുടെ വകുപ്പിൽപ്പെട്ട ഒരു കാര്യങ്ങളും വരെ നടന്നിട്ടില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന എല്ലാ മന്ത്രിമാരും ആൾക്കാരും എല്ലാവരും ആദിവാസികളാണ്. എല്ലാവരും ആദിവാസികളാണ്. അവരിവിടെ ഒരു 10-50 വർഷമായിട്ട് തന്നെ ഇവിടെ താമസമുള്ളവർ. ഈ പാലം പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു വഴിയില്ല. ഈ വഴി അല്ലാണ്ട് വേറെ വഴിയില്ല. പിന്നെ മഞ്ചില്ല പാലവും ഈ പാലം കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ സഞ്ചാരമുള്ള വേറെ യാതൊരു വഴിയില്ല. മഞ്ഞച്ചിൽ പിന്നെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാൻ നോക്കാം. കാരണം ചെറിയൊരു തോടായതുകൊണ്ട് ഉരുളുപൊട്ടി വന്നാലേ പോകുള്ളൂ, അല്ലെങ്കിൽ തൽക്കാലം എന്തെങ്കിലും സംവിധാനം. പക്ഷേ ഇതെന്ത് ചെയ്യും? വലിയ തോടാണല്ലോ. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ ഇതിപ്പോൾ തൽക്കാലം ഈ മണ്ണിങ്ങനെ കല്ലും കൂട്ടിയിട്ട് തൽക്കാലം പാലം ഒന്ന് തുറന്നെന്നുള്ളതല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ വെള്ളം ഒഴുകുന്ന ഉറപ്പല്ലേ? ഒരു മഴക്കാലം ഇതിപ്പോൾ ഈ ഒറ്റ മഴ വന്നാൽ മതി. ഇതിവിടെ സാധനം ഇത് കംപ്ലീറ്റ് ഇവിടെ വന്നാൽ കംപ്ലീറ്റ് ഇതുപോലെ കിടന്ന പുഴയത്
ഈ കൊല്ലത്തെ ഉരുളുപൊട്ടി വന്നതല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ വെലങ്ങാട്ടെ ഈ പ്രദേശത്തുള്ള ഭൂമിയാണ് ഈ പുഴ കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഏരിയയിലുള്ള സ്ഥലം ആൾക്കാരുടെയും പറമ്പ് ഒഴുകി വന്ന് വെലങ്ങാട് മലം കൊണ്ട് നോക്കിയാൽ അറിയാം നിങ്ങൾക്കത്. ഇപ്പോൾ വെലങ്ങാട് മല മാറ്റിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ മൊത്തം നിറഞ്ഞു. അപ്പോൾ എന്തായാലും ഉണ്ടാവും ഇതിൻ്റെ മുകളിൽ ഭയാനകമായ അവസ്ഥ. എനിക്കറിയാം എത്രയോ കൊമിക്കേറ്റ് സാധനങ്ങളാണ് ഒഴുകി പോകുന്നത്. അവിടെ ഒരു ഭയങ്കര ഒരു കുടിവെള്ള പദ്ധതിയായിരുന്നത്, അതിൻ്റെ അടിയിലെ ടാങ്ക് കിടക്കുന്നത് പമ്പോസായിരുന്നത്. അതിനെക്കുറിച്ച് ഇതുവരെ നോക്കിയിട്ട് പോലുമില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ ആർക്കും ഇപ്പോൾ കുടിവെള്ളമില്ല. കുടിവെള്ളം വെച്ചാൽ ആൾക്കാർ അവർ സ്വന്തം വഴിക്ക് എന്തെങ്കിലും ചെയ്യുന്നു. സർക്കാരിൻ്റെ ഒരു പരിപാടി ഇവിടെ ഇല്ല. അപ്പം ഞങ്ങളതുപോലെ അവിടെ ഒരു ഓലി കുത്തിയിട്ട് ഇപ്പോൾ 2-3 വീട്ടുകാർ മോട്ടർ വെച്ചിരിക്കുന്നുണ്ടോ. അതിൻ്റെ താഴെ അതിൻ്റെ ഇവിടെ ആയിരുന്നു ഒരു വലിയ കിണർ കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കാര്യങ്ങൾ. ഏതായാലും നമുക്ക് യാതൊരു പ്രതിഷേധം ഇവരുടെ ഭാഗത്തില്ല. ഇവരെന്തെങ്കിലും തരുന്ന വാങ്ങി അനുഭവിക്കുക എന്നുള്ളതല്ലാണ്ട് ഒന്നും ജനങ്ങൾക്കുള്ള ഉപകാരപ്രദമായ കാര്യങ്ങൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലത്. 8 മാസമായിട്ടും. ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയാം. തന്നെ ഈ വീടിനുള്ള ഈ പൈസ കിട്ടും. അത് മാത്രമേ ഇപ്പോൾ മുന്നണിയുള്ള ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെ പാലം ഉണ്ടാക്കാൻ 2 മാസം കൊണ്ട് റോഡില്ല, പാലമില്ല, വഴിയില്ല. അത് ഈ വർഷം അടഞ്ഞത് തന്നെ. അതിന് അവരെന്നാ ചെയ്യുന്നവർക്കറിയില്ല, അവർക്കത് ആവശ്യമില്ല. കാരണം ഇതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാണിച്ചാലുണ്ടല്ലോ, ഇവർ ശരിക്കും പൂർണ്ണമായ അവഗണന എന്ന് പറയുന്നത് ഒരു 5000 ബോട്ട് ഈ പ്രദേശത്തില്ല. അവർ 5000 ബോട്ടുണ്ടായിരുന്ന 5 വാർഡ് ശരിക്കും ഒരു പഞ്ചായത്തിനെ മാറ്റം വരുത്താൻ ചിരിക്കാൻ ആൾക്കാർ ഒരുമിച്ചാൽ. ഇവിടെ ആകെ 2000 വോട്ടേ ഉള്ളൂ എല്ലാ പാർട്ടിക്കാരും. അതുകൊണ്ട് വലിയ റിസ്ക് ഒന്നും ആർക്കും ഇല്ല. സത്യം അതാണ്, നഗ്നമായ സത്യം അതാണ്. പൂർണ്ണമായ അവഗണനയാണത്. അല്ലാതെ ഇതിനൊന്നും പറയാനില്ല. അല്ലാതെ ഇതിനകത്ത് ആരോട് സംസാരിക്കാനുമില്ല, ആരോട് ചോദിക്കാനുമില്ല. ഉദ്യോഗസ്ഥന്മാർ വന്നു പോകുന്നതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുകയല്ലോ. ഇതിപ്പോൾ ചേട്ടൻ്റെ വീടിൻ്റെ ഇതെൻ്റെ പറമ്പ് തന്നെയാണ്. ഇതിലേ അല്ലേ പോയേക്കുന്ന സംഭവം? ഉരുളുപൊട്ടി അതിലൂടെ പോയതാണ്. നമ്മൾ എൻ്റെ മുറ്റത്തൊന്നാ കാണാൻ ഇങ്ങനെ ഇതിലൂടെ വന്ന് പോയിരിക്കും. ഇതൊക്കെ വീടുകളല്ലേ? അതെല്ലാം വീട്, ആൾ താമസം ഉണ്ടായിരുന്ന വീട്. അവരൊക്കെ ഇപ്പം വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ കയറി ഒഴുകി പോയില്ലേ? അതിന് അവരുടെ വീടിന് അത്ര വെള്ളം ഒഴുകി പോകുന്ന ഒന്നുമില്ല. സാധനങ്ങളെല്ലാം പോയതാണ്. ഫ്രണ്ട് ഭിത്തി മുഴുവൻ പൊളിഞ്ഞു പോയി കിടക്കുക. ശരിക്കും അവരുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ശരിക്കും പുഴ ഉണ്ടായിരുന്നു. അപ്പം വീടിൻ്റെ അവിടുന്ന് ഒരു 10 മീറ്റർ മാറി പുഴ ഉണ്ടായിരുന്നു. ഉരുളുപൊട്ടി വന്ന് പോയതാണ് സൈഡിൽ കൂടെ ആയില്ലേ? ഇപ്പോൾ വീട് മൊത്തം ആരും താമസിക്കുന്നില്ല? ഇല്ലല്ല, ഈ 2 വീട് കംപ്ലീറ്റ്. പിന്നെ അവിടെ ഒരു വീട് പണിത്, പുതിയ വീട് പണിത് അതിൻ്റെ അപ്പുറത്തെ ഷെഡിൽ അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ആ ഷെഡ് പോയി, ബാക്കിയുള്ള പോയിട്ടില്ല. ആ വീട് അവിടെ ഉണ്ട്, പക്ഷെ അവരാരും താമസമില്ല. ഇനി അവിടെ താമസിക്കാൻ പറ്റിയല്ല. പിന്നെ അന്ന് ഉരുളുപൊട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ ഈ വീട്ടിൽ വന്നിരുന്നതൊരു വേറൊരു നമ്മളിപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിയെടുത്തൊരു കുമ്മിട്ടിക്കട ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അയാളുടെ വീടായത്. അയാളോട് കട ശരി പൊക്കത്തിലുള്ള വീടായതുകൊണ്ടല്ലേ? അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് രാത്രിക്ക് ഓടി കയറിയില്ലേ? ഇവിടെ വെള്ളം ഒഴുകി മണ്ണൊക്കെ കുത്തിയെടുത്ത് പോയതാണ് ഇവിടെ നിന്നൊക്കെ. ഇതുണ്ട്, അതിനോടെല്ലാം ഒഴുകി പോയതാണ്. ഇവിടെ നല്ലോണം കാണാം. ഇതൊക്കെ എൻ്റെ പറമ്പാണ് കേട്ടോ. ഇതിങ്ങനെ ഉണ്ട്, ആ മാവിൻ്റെ ചോട്ടിൽ ഇങ്ങനെ തോടുണ്ടായിരുന്നോ? ഇല്ല, വർഷകാലത്ത് ഒരല്പം വെള്ളം ഇങ്ങനെ നമ്മൾ കാല് ഇറങ്ങി പിള്ളേർക്കാണെങ്കിലും നടക്കാവുന്നൊരു വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം വലിയ തോടായില്ലേ? ഇതെല്ലാം ഇപ്പം ഇങ്ങനെ ആയി പോയതാ. എൻ്റെ പറമ്പ് കുറേ പോയില്ല അങ്ങനെ? എൻ്റെ പറമ്പ് 1.5 ഏക്കർ സ്ഥലം കംപ്ലീറ്റ് ഇല്ല, എനിക്ക് മുഴുവൻ പോയി. ഇതെല്ലാം എൻ്റെ പറമ്പാണ് ഇങ്ങനെ പോയത്. ഇതുകൊണ്ടോ ഇതിങ്ങനെ കുഴി. ഞാൻ പറഞ്ഞ ഒരു 200 മീറ്റർ നീളത്തിൽ പാല്. ഇത് അക്കരത്തെ എല്ലാം എൻ്റെ പറമ്പാണ്. അത് ചേട്ടൻ്റെ പറമ്പാ? അവിടെയൊക്കെ എൻ്റെ പറമ്പാണ്. അവിടെ എത്തണമെങ്കിൽ ഇനിയിപ്പോൾ പാലം വേണമല്ലേ? പാലം വേണം. എനിക്ക് പേർക്ക് കിടക്കത്തില്ല, ഞാൻ പോകുന്നില്ല. ഞാൻ പണിക്കാരോട് എന്തെങ്കിലും പറഞ്ഞ് അണ്ടിയൊക്കെ കശുവണ്ടി പെറുക്കൊണ്ട് വരാൻ പറയും. അങ്ങനെ ചെയ്യുന്ന മാവേലൊക്കെ വാങ്ങാൻ നിൽക്കുക. ആരും ഇവിടെ നിന്ന് പറിച്ചു കൊണ്ടുപോകാനില്ല. ഇതുകൊണ്ട് മാവ വാങ്ങാൻ നിൽക്കുന്നുണ്ട്. നേരെ ഒടിഞ്ഞു പോവാം മാവിൻ്റെ കനം കൊണ്ട്. ഒരു മാവ് എന്താ ഇത് ആരും പറിക്കാനില്ലാണ്ട് കിടക്കുന്നത്? ഇത് ഒരാളെടുത്ത, പക്ഷേ വണ്ടിയൊന്നും വരുന്നില്ലാത്തതുകൊണ്ടേ ഇവിടുന്നൊക്കെ തോന്നുന്നു. ഇവിടെ ഇത്രയും കുഴിയാണല്ലോ അല്ലേ? എല്ലാം ഭയങ്കര കുഴിയല്ലേ, ഇടയ്ക്ക് ചോടും കണ്ടൊക്കെ വരാൻ വിഷമമല്ലേ ഇങ്ങനെ കിടക്കുന്നത്. ഇതൊക്കെ ചേട്ടൻ്റെ മരങ്ങളാണ്? എല്ലാം എൻ്റേതാ, ഇവിടുന്ന് പോകുന്നതാ. ഇതാ ഇവിടെ ഇതൊക്കെ ഒരു വലിപ്പമുള്ള തേക്ക അവിടെ നിന്ന് ചോടൊക്കെ ഇവിടെ എൻ്റെ അടിയിൽ കണ്ടുണ്ട്. ഈ കല്ലെല്ലാം മുകളിൽ നിന്ന് വന്നതാ. മുകളിൽ നിന്ന് വന്നല്ലേ? ഇവിടെ നല്ല തട്ടാക്കിയിട്ട് ജാതി തോട്ടമായിരുന്നു. 18 ജാതി കായ്ക്കുന്ന വലിയ ജാതി പോയി ഇവിടുന്ന്. ചെറുതെല്ലാം വേറെ. ആ മുറ്റത്ത് നിന്നാൽ കാണാം. പിന്നെ എൻ്റെ സ്ഥലമാണ്. അവിടെ 2 ടാങ്ക് ഉണ്ടായിരുന്നു കുടിവെള്ളത്തിൻ്റെ. ഇതിലെങ്ങനെ ഇതുകൊണ്ട് ഇതിലൂടെ പോയതാ. ഈ മരമൊക്കെ പോയിരിക്കുന്നു. ഇതിലൂടെ ഇങ്ങനെ ഒഴുകി പോയി. വീട്ടിലേക്ക് കയറിയില്ല. വീടല്ല, അല്ല എൻ്റെ പറമ്പ് തന്നെ പോയി കിടക്കുന്നത്.
ഈ ഒരു സ്ഥലം ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഞാനിതിൻ്റെ പഴയ വിഷ്വൽസ് കാണിച്ചു തരാം. ഈ ഒരു സ്ഥലമാണിത്. അവിടെ അന്ന് എങ്ങനെയാണോ കിടന്നത് അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. അന്ന് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു പാലത്തെ കൂടെ ആയിരുന്നു വണ്ടി പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ താഴേക്കൂടെയാണ് എന്ന് മാത്രം. ഇവിടെ പാലവും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഇതാ കല്ലുകളൊക്കെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ആ ചേട്ടൻ പറഞ്ഞതൊക്കെ 100% ശരിയാണ്. പാറയൊക്കെ ഈ പാറകൾ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടുത്തെ പാലത്തിനുള്ള പൈസയും അല്ലെങ്കിൽ പാലത്തിനുള്ള സാമഗ്രികളൊക്കെ കിട്ടുമെന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ മോഡലാണ് ഇവിടുത്തെ വഴിയൊക്കെ കിടക്കുന്നത് കേട്ടോ. ഇനിയൊരു അടുത്ത മഴ വരുമ്പോൾ അതെ മുകളിൽ നിന്നാണ് ഇതേപോലെ ഇനിയും വെള്ളം കുത്തിയൊലിച്ച് വരും. ആ സമയത്ത് ഇതിന് ഇപ്പുറത്തോട്ടുള്ള ഈ നാടും ബാക്കിയുള്ളതൊക്കെ ഒറ്റപ്പെട്ട് പോകും കേട്ടോ. അന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട ആ വീടാണിത്. ആ വീടൊക്കെ ഇപ്പം ഇങ്ങനെ കിടക്കുക കേട്ടോ. ഇതൊക്കെ പണി നടന്നുകൊണ്ടിരുന്നൊരു വീടായിരുന്നു. ആ വീടിൻ്റെ ഒക്കെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടാണ്. ആരെങ്കിലും അന്നത്തെ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാനതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ഇതൊക്കെയാണ് നമ്മളിവിടെ വരുമ്പോൾ കാണുന്ന ഒരു ഭീകര കാഴ്ച കേട്ടോ. അന്ന് എങ്ങനെയായിരുന്നു അതുപോലെയൊക്കെ തന്നെയാണ് ഈ ഒരു നാടിപ്പോഴും ഉള്ളത് എന്നാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. നമ്മളന്ന് കണ്ട ആ കാറിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഇപ്പോഴും ഇവിടെ ഈ കിടക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഒരു വീടുണ്ടായിരുന്നു. ഇവിടെ ഒരു വീടുണ്ടായിരുന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പോസ്റ്റിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അവിടെ ഒരു വീടേ ഇപ്പോൾ കാണുന്നില്ല. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഒരു കെട്ടിടമൊക്കെ ഉണ്ടായിരുന്നു. ആ കെട്ടിടത്തിൻ്റെ തറക്കല്ല് മാത്രമേ ഇപ്പോൾ ഇവിടെ കാണുന്നുള്ളതുണ്ടോ. ഇവിടെ ഒരു കടയായിരുന്നു. ഇതിൻ്റെ അപ്പുറത്തോട്ടും ഉണ്ടായിരുന്ന ഒരു കട, അതും ഇല്ല ഇപ്പം. ഇതൊക്കെ ആ ഒരു ഉരുൾപൊട്ടലിൽ പോയതാട്ടോ. നമുക്ക് ഏതായാലും ഈ ഒരു സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണെന്നുള്ളത് നമുക്ക് ഒരു ആകാശ ദൃശ്യങ്ങളും കൂടെ ഒന്ന് കണ്ടിട്ട് പറയാം കേട്ടോ.
ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ വിളിക്കുന്നത് ജോയി, സ്കൂളിലെ പേര് ചാക്കോ. ചേട്ടൻ്റെ ഇവിടെ വീടിനും ഇതേപോലെ പ്രശ്നമുണ്ടല്ലേ? അതെ, 2 സൈഡിലും ഉരുളിട്ട് പോയി. അങ്ങനെ ആ സൈഡിൽ കൂടെ ഒരെണ്ണം പോയി. അത് ആ സൈഡിൽ വെള്ളം വന്നു, അപ്പുറത്തോടും പോയി. വലിയ ഉരുളോട്ടിൽ ഇപ്പുറത്ത്, വലുത് അതേപോലെ സെയിം അവിടെ രണ്ടും അതുപോലെ തന്നെ, 2 ഭാഗം ഒരുപോലെ തന്നെയാ. അതെ അതെ, രണ്ടിനും കൂടെ നടുക്കായി പോയി. ഇവിടെ എത്ര വീട് ഇങ്ങനെയുണ്ട്? ഇവിടെ ഇങ്ങനെ മുകളിലോട്ട് നമ്മളെ ഇവര് 2, 4, 5-8 വീടുണ്ട്. 5-8 മുകളിൽ വീടോട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ എന്താ, നിങ്ങൾക്ക് ഇങ്ങനെ വീടിനൊന്നും പറ്റാത്തതുകൊണ്ട് ഒന്നും കിട്ടാൻ സാധ്യതയില്ല അല്ലേ? അല്ല, സാധ്യതയെന്നല്ല, ഈ ഉരുൾപൊട്ടിയ മേഖലയിൽ താമസിക്കാൻ പറ്റാത്തവർക്കെല്ലാം വീട് കൊടുക്കുമെന്ന് കന്നൂർ പറഞ്ഞായിരുന്നു. പറഞ്ഞെങ്കിൽ പ്രാബല്യത്തിൽ വന്നില്ല. വീട് പോയവർക്കാണ് ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. വീട് പോയവർക്കും ഭാഗ്യമായിട്ടുള്ളവർക്കും താമസയോഗ്യം അല്ലാത്തവർക്കും എല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും അതിനെപ്പറ്റി ഒരു ശുദ്ധിയില്ല ഇതേവരെ. അപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന ഭാര്യയുടെ പേരിലാണ്. അപ്പോൾ തൃശ്ശാമ എന്നാണ് ഞങ്ങൾ റെക്കോർഡ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഈ നാട്ടിലെല്ലാവരും പല ആൾക്കാരും വലിയ ബുദ്ധിമുട്ടില്ലല്ലേ? വലിയ ബുദ്ധിമുട്ടില്ല. ഈ ഉരുൾ പൊട്ടിയ മേഖലയുള്ളവരെല്ലാം ഞങ്ങളിപ്പം വാടകയ്ക്ക് പോവാണ്. ഇപ്പം അടുത്ത മാസം വാടകയ്ക്ക് വീട് അന്വേഷിച്ച് പോവുക. മഴക്കാലം ഇവിടെ നിൽക്കാൻ പേടിയില്ല. അയ്യോ, ഒരു മഴ പുട്ട് കേൾക്കുമ്പോഴത്തേക്കും ചാങ്കടച്ചു പോകും. അതാ സ്ഥിതി. അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കര വെള്ളം വരുവാ. ആ വെള്ളത്തിന് കൂടെ കുന്നു ഇറക്കും കൂടിയല്ലേ, കല്ല് ഉരുണ്ട് കല്ല് വരെ സംഗതി ഉരുള് തന്നെയാന്ന് ഓർക്കും. അപ്പോഴത്തേക്കും വലിയ മണിക്ക് വലിയ വെള്ളം വരുന്നുണ്ട്. വലിയ വെള്ളം വരുന്നുണ്ട്. ഇവിടെ പാലമുണ്ട്, അവിടെയും പാലം ഉണ്ടായിരുന്നു. എല്ലാം കേൾക്കാം, കല്ലുരുള ഉച്ചയും കേൾക്കാം, മഴയും കല്ലും മണ്ണും എല്ലാണ്ട് വരുന്നതും കേൾക്കാം. ഇവിടെ കുടിവെള്ളത്തിനൊക്കെ ഇപ്പോൾ പ്രശ്നം? കുടിവെള്ളത്തിന് നമുക്ക് വലിയ പ്രശ്നമില്ല. എന്നാൽ പുതിയവിടെ ഉണ്ട്. ഈ നമ്മുടെ പറമ്പിൻ്റെ അപ്പുറത്ത് മാഷുണ്ട്. അയക്ക് കൊല്ലങ്ങളായിട്ട് വെള്ളം മോട്ടർ അടിക്കുന്നുണ്ടായിരുന്നു. 6-7 പൈപ്പിട്ട് താഴെയുള്ളവരെല്ലാം വെള്ളം എടുക്കുമായിരുന്നു. പക്ഷെ അത് ബ്ലോക്കായി പോയി. അവർ മാന്തി JCB കൊണ്ട് മാന്തി നോക്കി അവരെ കെട്ടിയിട്ട് വെള്ളം ഇല്ല. ഓരോ മാറിപ്പോയി. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇവിടെയുണ്ട്. ആ താഴെയുള്ളവരുടെ കിണറുകളെല്ലാം കുറേ മൂടിപ്പോയി. ഈ ഉരുൾ വന്നിട്ട് മൂടിപ്പോയി. എത്ര പേരുടെ വീടുകളാണ് ശരിക്കും നാശനഷ്ടം വന്നേ? എത്ര പേരുടെന്നുള്ളത് കൃത്യം പറഞ്ഞാൽ നാശനഷ്ടം എല്ലാം കൂടി മുകളിലൊരു 3-4 വീട്ടുകാർക്ക് പൈസ പാസ്സായിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ പറഞ്ഞാൽ ഒരു 10-20 വീടുകളും ഇനിയുണ്ട്. ഇനിയും കിട്ടാനുണ്ടല്ലേ? അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഉൾപ്പെടുത്തിയെങ്കിൽ അതുകൂടാതെ ഇങ്ങനെ നിങ്ങളെപ്പോലെയുള്ള വീടൊന്നും ആകാത്ത ആളുകൾ അല്ലേ? അതെ, വീടുകൾ പോകാതെ പേടിച്ച് നിൽക്കേണ്ട അവസ്ഥ. ഞങ്ങളെല്ലാം മുകളിലുള്ളവരെല്ലാം പോവാ. ഇവിടെ ഒരാൾ തളർന്നു കിടപ്പുണ്ട്. ഒരുത്തന് 10-60 വയസ്സുണ്ട്. നിങ്ങളൊക്കെ ഇനി ഇവിടുന്ന് പോവാ? അല്ലേ, മഴക്കാലത്ത് പോകണം. പോകാതിരിക്കാൻ പറ്റില്ല. പോയിട്ട് അല്ലാണ്ട് അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരാം. മഴ നിന്ന് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരാൻ. അപ്പം 3-4 മാസത്തേക്ക് വാടക കൊടുത്ത് പോകണം. ജീവിതമല്ലേ, വല്ലാത്തൊരു കഷ്ടമായി പോയി. സ്വന്തം വീട് ഉണ്ടാക്കിയിട്ട് അഭയാർത്ഥികളെ പോലെ ഇറങ്ങിപ്പോകുന്ന സ്ഥിതിയാണ് ഉള്ളത്. പേടിച്ചെടുക്കാൻ പറ്റിയല്ല. മരിക്കാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയും ഒരു തോന്നലിന് അവനങ്ങ് ചെയ്യും. പക്ഷെ അല്ല, മരിക്കാൻ ആർക്കെങ്കിലും മനസ്സുണ്ടോ? ഉരുളായിക്കോട്ടെ, ഇടിയായിക്കോട്ടെ, കാറ്റ് ഇങ്ങനെ നിൽക്കാൻ ആർക്കെങ്കിലും മനസ്സ് വരികയില്ല. അതാ അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ്, ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു തോന്നലിന് അങ്ങ് ചെയ്തു പോകും. അത് പോയില്ല, പിന്നെ അവൻ ചത്തില്ല, ഒന്നിനും ചെയ്യാല്ലേ, ഒരിക്കലും ചെയ്യല. അങ്ങനെ പോയാൽ വളരെ എനിക്കറിയാം. ഇല്ല, വെറുതെ അതാണ് ഇപ്പം പേടിയായി കഴിഞ്ഞാൽ ഭയപ്പെട്ടു പോയി. ഞങ്ങൾ 99.3% പോയി എന്ന് തന്നെ കണക്ക് കൂട്ടി. ഈ ഉരുൾ വരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ 10-15 പേരുണ്ടായിരുന്നു. അപ്പുറത്ത് വീട് പോയ ആൾക്കാരുണ്ടായിരുന്നു, അവരെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെ വീടിൻ്റെ പറഞ്ഞോട് ചേർന്നല്ലേ സംഭവം? അങ്ങോട്ട് പോവാം. ഇവിടെ ജസ്റ്റ് ഇവിടെ വരെ പോയാൽ പോലെ അതിലേയും പോവാം, ഇതിലേയും പോവാം. ഇതൊരു സെക്ഷൻ അല്ലേ ഈ പോയത്? എന്തോ ഇത് ഒരെണ്ണം അല്ലേ? അത് ഒരെണ്ണം. ഇതിലെ പറഞ്ഞാൽ ഒരുപാട് പൊട്ടിപ്പോയി. അതെ അതെ, ഇതിന്റെ നടുക്കായി പോയല്ലേ നിങ്ങൾ? നടുക്കായി പോയി. അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്ത് വലുത് അല്ലേ? അതെ, അപ്പുറത്തും ഇതുപോലെ ഉണ്ട്. അവിടെ ഇങ്ങോട്ട് ഒരു വഴി പോലും ഇല്ല അല്ലേ? ഒരു വഴി പോലും ഇല്ല. ഇനിയിപ്പോൾ ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ എന്നാ നിങ്ങൾ ഒറ്റപ്പെട്ട് പോയല്ലോ? ഒരു സൈഡ് ഒറ്റപ്പെട്ട് പോകും. അത് ഇവിടെ പാലം ഉണ്ടായിരുന്നു, അതിൻ്റെ കീഴിൽ കല്ല് വന്നിട്ട് ബ്ലോക്കായി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം വരും. ഞങ്ങൾ കഴിഞ്ഞ തടിപ്പാലം തടിപ്പാലം അതെല്ലാം പോയി. ഇത് ചെറിയ കയറ്റോടെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയായില്ലേ? അതിപ്പം ഇല്ല, ഇതുപോലെ. അതാ ഞാൻ പറഞ്ഞ ഈ വെള്ളം കുളം കുത്തി നോക്കിയിട്ട് ഇല്ലാണ്ട് പോയതല്ലേ? അതെ അതെ, ചാലയായി പോയി. ഇതുകൊണ്ട് മോളിൽ നിന്ന് ഉരുൾ വന്ന ഭാവം തെങ്ങിൻ്റെ ഇപ്പുറത്തൂടെ അതാ കാണുന്നു. ഉരുൾ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നും അല്ല, പല ഉരുളാണ് പോയത്.
ആ രാത്രി ഒരു വല്ലാത്ത രാത്രിയായിരുന്നു അല്ലേ? വല്ലാത്ത രാത്രിയായിരുന്നു. ഞാൻ അപ്പുറത്തെ വീട് പോകുമ്പം ഷൂന്ന് ഒച്ച കിട്ടും. ഞങ്ങൾ ആ വീടിൻ്റെ ഉടമസ്ഥല്ല ഞങ്ങൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. കാറ്റല്ല, ഒരു നിശ്ചലമായി നിൽക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെട്ടത് ഇങ്ങനെ പുട്ട് ഇതിലേ വരുന്നു, അതിലേ പോകുന്നു. അതിനൊക്കെ ആ വീട്ടുകാരപ്പം എങ്ങനെയാണ് അവിടുന്ന് ഓടി ആ സമയത്ത്? വലിയ വെള്ളം വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും മാറിയായിരുന്നോ? അല്ല, ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിളിച്ചു. അപ്പം അങ്ങ് പാനൂത്ത് ഉരുൾ പൊട്ടിയപ്പം അന്ന് തന്നെ 112 ഉരുളോളം വിലങ്ങാട്ട് പൊട്ടി. അല്ല, ഇവിടെ ഒരു വീട് മൊത്തത്തിൽ പോയില്ലേ? അതെ, പോയി. ആൾ ഞങ്ങൾ വിളിച്ചു, ഇങ്ങോട്ട് വാ, നമുക്ക് ചാവും, ഇവിടെ സുരക്ഷിതമായി. വലിയ വീടായിരുന്നോ? ആ, നമ്മുടെ ഈ വീട് പോലെ തന്നെ. അല്ലേ? അപ്പം ഇതെല്ലാം ഒന്നിച്ചു പണിത വീടുകളുമാണ്. ആ വീടിൻ്റെ മുറ്റത്ത് കുറേ വണ്ടി ഉണ്ടായിരുന്നു അല്ലേ? ആ വണ്ടി, ഒരു കാറ്, ജീപ്പ്, 2 ബൈക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു കാറ് കിട്ടി, ഒരു ജീപ്പും കിട്ടി, ഒരു കാറും ബൈക്കും പോയി. അതിനൊക്കെ എന്ത് കിട്ടുമായിരിക്കും. ആ വീട് നിശേഷം പോയി. അല്ലേ? ഇപ്പോൾ ഒരു വർഷം ആകാൻ പോവുക അല്ലേ? ആ, അതായത് ജൂലൈ 28 പോയതാണ്. 2-3 മാസം കൂടെ കഴിഞ്ഞാൽ ഒരു വർഷമാവും. എന്നിട്ട് യാതൊരു അനക്കവും ഇല്ല. ഇന്നിപ്പോൾ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്, സോപ്പിടിയില്ല, മുഖ്യമന്ത്രി കലക്ടറെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. NIR അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ തകരാറാണ്, എനിക്ക് അതൃപ്തിയുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ ചുമ്മാ ഒരു പോലീഷേ ഉള്ളൂ. പേപ്പറുകൾ ഫ്രണ്ടിലുണ്ട്, വെലങ്ങാട്ടുകാർക്ക് ഇത്ര ഉരുൾപെട്ടിട്ട് ഒരു വർഷമാകാൻ പോകുന്നു, അല്ല 7 മാസം പൂർത്തീകരിച്ചു, ഇതേപോലെ നടപടി ഉണ്ടായില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് വിലങ്ങാട് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയും അതുപോലെ തന്നെ ആ ആളുകളുടെ ഒരു അനുഭവമൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതൊക്കെ തന്നെയാണ് ഇവർക്കെല്ലാവർക്കും പറയാനുള്ളത് കേട്ടോ. ഞാനിവിടെ വന്നിട്ട് ഈ ആളുകളെ ഒന്ന് കൺവിൻസ് ചെയ്ത്, അതായത് നമ്മൾ ഇങ്ങനെ ഒരു ഓൺലൈൻ ചാനലിൽ നിന്നാണ് ഇങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് എടുക്കാനായിട്ട് വന്നതെന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഒട്ടും താല്പര്യമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചാനലുകാരെല്ലാം വന്ന് ലൈവും എല്ലാം കാണിച്ച് ഇത്രയും കാലമായിട്ട് ഞങ്ങളെ ഒരു കച്ചവട വസ്തുവാക്കുന്നതല്ലാതെ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഇതുവരെ ഒരു ഗുണവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി എന്ന് പറയുന്നത്. അത് അവരുടെ വിഷമത്തിൽ നിന്ന് പറയുന്നൊരു കാര്യം അവർ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം ഇതുവരെ അവർക്ക് അവരുടെ പുനരധിവാസത്തിൻ്റെയോ അല്ലെങ്കിൽ അവർക്ക് പറ്റിയ നഷ്ടങ്ങളുടെ ഒന്നും ഒരു നടപടിയും ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയ ഒരു വിഷമമുള്ള കാര്യം. പല ആളുകളുടെയും പ്രശ്നങ്ങളും അവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മളിനി നേരിട്ട് കേട്ടാണ്. അതൊന്നും ഞാനിനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇതൊക്കെ തന്നെയാണ്. വീട് നഷ്ടപ്പെട്ട ആളുകളുണ്ട്, ഇനി വാസയോഗ്യമല്ലാത്ത വീടുകളിൽ അല്ലെങ്കിൽ ചെറിയ നഷ്ടങ്ങൾ വന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇനി അടുത്ത ഉരുൾപൊട്ടലിൽ ഇനിയും ഉരുൾപൊട്ടി അവർ വീടുകളിരിക്കുന്ന പ്രദേശം പോകാനായിട്ടുള്ള സാധ്യതയുള്ള വീടുകളുണ്ട്. ഒത്തിരി ആളുകളുടെ പറമ്പുകൾ പോയിട്ടുണ്ട്. ഇങ്ങനെ വലിയ പ്രശ്നം തന്നെയാണ്. മാത്രമല്ല ഇങ്ങോട്ടുള്ള ഒരു പാലം പോലും നമ്മളിപ്പോൾ കണ്ടതാണ്, അതുപോലും ഇവിടെ ഇല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ പുനരധിവാസം ഇതുവരെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എല്ലാവരും ഇങ്ങനെ വാടകയ്ക്കും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. പല സന്നദ്ധ സംഘടനകളും വീടുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അതിൻ്റെയും ഒന്നും തീരുമാനമൊന്നും ആയിട്ടില്ല. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥയുള്ളത്. ഏതായാലും ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. നമ്മൾ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ജനങ്ങളിപ്പോൾ വലിയ സമരവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ന്യൂസുകളിൽ കൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രദേശം തന്നെയാണ്. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ബാധിച്ചൊരു പ്രദേശം തന്നെയാണിത്. ഇവിടെ ആളപായം ഒരാൾ മാത്രമേ മരിച്ചുള്ളൂ എന്നത് മാത്രം. അപ്പോൾ ആളപായം കുറവായതുകൊണ്ട് മാത്രം ഈ ഒരു വിഷയത്തിന് പ്രാധാന്യം കുറഞ്ഞു പോയതാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും വലിയ കഷ്ടം തന്നെയാണ്. ഇവിടെ ഇന്ന് നമ്മൾ നേരിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചകളൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത് കേട്ടോ. ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണിക്കാനുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവരുടെ പുനരധിവാസം നടക്കുമെന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്